എൻ്റെ പേര് ജോസഫ് സി ജെ, ചെരുവുകാലായിൽ. ഞാൻ വയനാട് ജില്ലയിലെ കോട്ടത്തറ പഞ്ചായത്തിലെ പള്ളിക്കുന്നിലാണ് എൻ്റെ സ്ഥിരതാമസം. ഞാൻ ഈ തേനീച്ച കൃഷിയിലേക്ക് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഒരിടയ്ക്ക് ധാരാളം നേന്ത്രവാഴ, അതുപോലെ നെല്ല്, ധാരാളം കൃഷികളുണ്ടായിരുന്നു. അന്ന് പണിക്കാരോടൊപ്പം ഇങ്ങനെ കഠിനമായി അധ്വാനിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈയിൻ്റെ മുട്ടിന് ഭയങ്കര വേദന, കൈമുട്ടൊന്ന് വളയ്ക്കാനും നൂർത്താനും ഒന്നും പറ്റുന്നില്ല, കാലിൻ്റെ മുട്ടിന് വേദന, ഭയങ്കര പ്രശ്നം. അങ്ങനെ ഞാൻ അലോപ്പതി ഡോക്ടർമാരെ പോയി കണ്ടു. അപ്പം അവർ നിർദ്ദേശിക്കുന്നത് വിശ്രമമാണ്. അങ്ങനെ ഞാൻ ഈ ചികിത്സാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ പോയി. അങ്ങനെ അവിടുന്ന് ഒരു സർജറി നിർദ്ദേശിച്ചു ഡോക്ടർ. അപ്പം ഞാനിത് തീർത്ത് മാറുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർത്ത് മാറുമെന്ന് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഗുളിക കഴിക്കും, റെസ്റ്റ് എടുക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഫാദർ ജെയിംസ് പീഡികപ്പാറ എന്ന് പറയുന്ന പുരോഹിതനെ പരിചയപ്പെടുന്നത്. അദ്ദേഹമായി പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ ഈ അവസ്ഥകളൊക്കെ പറഞ്ഞ്, ഈ ടെന്നീസ് എൽബോ എന്നാണ് ഈ രോഗത്തിൻ്റെ പേര് എന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് എന്നോട് പറയുകയും, അങ്ങനെ ആ വിവരമൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എൻ്റെ അസുഖമൊക്കെ ഞാൻ മാറ്റിത്തരാം, അതിനൊരു പ്രത്യേക ടെക്നിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണെന്നൊരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. എന്തായാലും നിൻ്റെ അസുഖം ഞാൻ തേനീച്ചകളെ കൊണ്ട് കുത്തിച്ച് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ മാറ്റുന്ന ഒരു ചികിത്സാ രീതിയുണ്ട് എന്ന് പറയുകയും, അദ്ദേഹത്തിൻ്റെ തേനീച്ചക്കൂട് എന്നെ കാണിച്ചു തരികയും, അദ്ദേഹത്തിൻ്റെ തേനീച്ചക്കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ കൈ പിടിച്ച് ആ കയ്യിൽ ഒരു ടെസ്റ്റ് ഡോസ് തരികയും ചെയ്തു. ഒരു തേനീച്ച പിടിച്ച് എൻ്റെ കൈയുടെ ഇടത് കൈയുടെ രണ്ടാമത്തെ വിരലിൻ്റെ ഭാഗത്തായിട്ട് കുത്തിച്ചു. അങ്ങനെ 15 ദിവസം അടുപ്പിച്ച് അച്ഛൻ തേനീച്ചകളെ കൊണ്ട് എൻ്റെ കൈമുട്ടിലും കാൽമുട്ടിലും കുത്തിച്ചു. അച്ഛൻ്റെ തേനീച്ചക്കൂടിൻ്റെ സമീപം കൊണ്ടുപോയി തേനീച്ചക്കൂട് തുറന്ന് ആ തേനീച്ചക്കൂടിലെ അവസ്ഥകളൊക്കെ എന്നെ പരിചയപ്പെടുത്തി തന്നു. റാണി ഈച്ചയെ കാണിച്ചു, വർക്കർ ബീസിനെ കാണിച്ചു, അതുപോലെ ഡ്രോൺ ബീസിനെ കാണിച്ചു, അതുപോലെ അടകളുടെ നിർമ്മാണ രീതികളൊക്കെ കാണിച്ചു തന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കൈക്ക് നല്ല വഴക്കം, കൈ മടക്കാനും നിവർത്താനും ഒക്കെ സാധിച്ചു. വളരെ സൗകര്യപ്രദമായി എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് വന്നു ഈ 15 ദിവസം കൊണ്ട്. അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ഒരു തേനീച്ചപ്പെട്ടി എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് തന്ന് എന്നോട് പറഞ്ഞു, എവിടെയെങ്കിലും പോയി കാര്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഈ തേനീച്ച വളർത്തലിനെ കുറിച്ച് പഠിക്കണം, എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു തരാൻ സമയമില്ല, അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും സർക്കാരിൻ്റെ സംവിധാനങ്ങളോ അല്ലെ പ്രൈവറ്റ് പാർട്ടികളുടെ സംവിധാനങ്ങളോ ഉള്ളിടത്ത് പോയി പഠിച്ച് വന്നതിന് ശേഷം ജീവിതം മുഴുവനും ഈ തേനീച്ചകളെ വളർത്തണമെന്ന് പറയുകയും ഞാനത് ശിരസ വഹിക്കുകയും ചെയ്തു. നമ്മൾ തേനീച്ചകൾ അവരുടെ മഴക്കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമായിട്ടാണ് തേനും പൂമ്പടിയൊക്കെ സംഭരിച്ചു വെക്കുന്നത്. അപ്പോൾ തേൻ സംഭരിച്ചു വെക്കുന്ന തേൻ നമ്മൾ മഴക്കാലത്ത് അവർ സംഭരിച്ചു വെക്കുന്ന തേനാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ പിന്നെ മഴക്കാലത്ത് അവർക്ക് ഭക്ഷണത്തിനുള്ള തേൻ കിട്ടത്തില്ല. പൂമ്പടി പിന്നെയും കുറച്ചൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടും. അപ്പം മഴക്കാലത്ത് പൂമ്പടിയും കുറവാണെന്നൊരിക്കൽ നമ്മൾ പൂമ്പടിയും ഒന്നുകിൽ ആർട്ടിഫിഷ്യൽ പൂമ്പടി കൊടുക്കണം, അതല്ലെങ്കിൽ നാച്ചുറൽ പൂമ്പടി കൊടുക്കണം. അതോടൊപ്പം ഇവർക്ക് പഞ്ചസാര ലായനി 1:1 എന്ന അനുപാതത്തിൽ വെള്ളവും പഞ്ചസാരയുമായി ലയിപ്പിച്ച്, കൂടുതൽ പെട്ടിയുള്ളവർക്കൊന്നും തിളപ്പിക്കാനൊന്നും പറ്റത്തില്ല. തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കൂടുകളിൽ ഒഴിച്ചു കൊടുക്കാൻ. കൂടുകളിൽ ഇതേപോലെ ഫീഡിങ് ട്രേയോ അതല്ലെങ്കിൽ പരന്ന പാത്രങ്ങളോ അതല്ലെങ്കിൽ റബ്ബറിൻ്റെ ചിരട്ട, തേങ്ങാ ചിരട്ടയാണ് ഏറ്റവും ബെസ്റ്റ്, അങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ച് വേണം നമ്മൾ തീറ്റ കൊടുക്കാൻ. അങ്ങനെ തീറ്റ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ അതുപോലെ തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ ഈച്ച നല്ല സ്ട്രെങ്തായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ പിരിക്കാൻ പാകത്തിന് ഏകദേശമായിട്ടുള്ള ഒരു തേനീച്ചപ്പെട്ടിയാണ്. നമ്മൾ സാധാരണഗതിയിൽ 6 അടയും നിറഞ്ഞ് എല്ലാത്തിലും മുട്ടയും പുഴുവും സമാധിയും ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തേനീച്ചക്കൂട് 2 ആക്കി പിരിക്കും. പല രീതിയിലുള്ള പിരിക്കൽ സംവിധാനങ്ങളുണ്ട്. 3-3 പിരിക്കാം, അതുപോലെ 4-2 പിരിക്കാം, 5-1 പിരിക്കാം, 1 അടയിട്ടും 2 അടയിട്ടും 3 അടയിട്ടും ഒക്കെ പിരിക്കുന്ന രീതികളുണ്ട്. അതിന് പുറമെ ഡബിൾ ബ്രൂഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയുണ്ട്. പല ടെക്നിക്കുകളും ഈ പിരിക്കലിന് വേണ്ടിയിട്ട് നമ്മുടെ കർഷകർ ഉപയോഗിച്ച് വരുന്നുണ്ട്.
ഓരോ വർഷവും നമ്മൾ എല്ലാ അതാത് കൂട്ടിൽ റാണീനെ നശിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ കൊന്നുകളഞ്ഞ് പുതിയ റാണിയെ ഉൽപ്പാദിപ്പിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റാണി ഈച്ച 1000-1200 മുട്ട ഒരു ദിവസം ഇടും. അപ്പോൾ 2 തരത്തിലുള്ള മുട്ടകളാണ് തേനീച്ചകൾ ഇടുന്നത്. തേനീച്ചയുടെ റാണി മാത്രമേ മുട്ടയിടുള്ളൂ. ഒരു തേനീച്ചക്കൂട്ടിലെ പ്രത്യുൽപാദനക്ഷമതയുള്ള ഏക അംഗം എന്ന് പറയുന്നത് തേനീച്ച റാണി മാത്രമാണ്. അപ്പോൾ റാണി ഒരു 1000-1200 മുട്ട ഇടുന്നതിൽ സീസണൊക്കെ ആകുമ്പോൾ അതാത് വർഷം ബീജസങ്കലനം നടന്ന മുട്ടയാണ് ഇടുക. 2 തരത്തിലുള്ള മുട്ട തേനീച്ച റാണി ഇടാറുണ്ട്. ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ടയും മറ്റൊന്ന് ബീജസങ്കലനം നടക്കാത്ത മുട്ടയും. അപ്പോൾ ബീജസങ്കലനം നടന്ന മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് വർക്കർ ബീസും അല്ലെങ്കിൽ വേലക്കാരി തേനീച്ചകൾ, അതുപോലെ റാണി ഈച്ചയും. ബീജസങ്കലനം നടക്കാത്ത മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് ആണീച്ചകളായിരിക്കും. അപ്പം നമുക്ക് ധാരാളം തേൻ കിട്ടണമെന്നുണ്ടെന്നൊരിക്കൽ വർക്കർ ബീസ് ധാരാളം ഉണ്ടാകണം. ഇത് നമ്മൾ കൂടൊന്ന് തുറന്ന് പരിശോധിക്കുകയാണ്. കൂടിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ കൂടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് സ്ഥലത്താണ് അവർ ഫീഡ് നിറയ്ക്കുന്നത്. അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നാച്ചുറൽ തേൻ കിട്ടിക്കഴിഞ്ഞാൽ, തേൻ മീൻസ് ശരിക്കും തേനാകുന്നത് തേനീച്ചകൾ പ്രകൃതിയിലുള്ള നെക്ടർ അവയുടെ ഞെട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ പൂക്കളിൽ നിന്നോ കിട്ടുന്ന നെക്ടർ തേനീച്ചകൾ അവരുടെ തേനുറിഞ്ചി കുഴൽ കൊണ്ട് വലിച്ചെടുത്ത് അവയുടെ ആമാശയത്തിൽ പോയി ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന ദഹനരസത്തിൻ്റെ സഹായത്താൽ അതിൻ്റെ ദഹന പ്രക്രിയ നടത്തി. ഈ പ്രക്രിയ ഇങ്ങനെ ഒന്നിലധികം തേനീച്ചകൾക്ക് കൈമാറി കൂടിലെത്തുമ്പോഴേക്കും ഈ പ്രക്രിയ യഥാശം പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം ഈ തേനറകളിൽ തേൻ നിറച്ച് തേനീച്ചകൾ ചിറക് വീശി അതിൻ്റെ ജലാംശം ബാഷ്പീകരിച്ച് ഈ സീൽ ചെയ്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള തേനായി മാറുന്നത്. അങ്ങനെ നെക്ടർ തേനാക്കി മാറ്റി ഈ ദഹന പ്രക്രിയ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള തേൻ നമുക്ക് ഏതൊരാൾക്കും കഴിക്കാവുന്ന ഒരു മധുരമുള്ള പദാർത്ഥമാണ്. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് കൂടിയാണ് തേൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ വർഷവും തേനീച്ചകളെ പുതിയ റാണിയെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ധാരാളം വർക്കർ ബീസ്, ഈ കാണുന്നത് മുഴുവനും വേലക്കാരി തേനീച്ചകളാണ്. ഈ അറകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ചെറിയ നൂൽമുട്ട കാണാൻ കഴിയും. ഈ അറകളിൽ ചെറിയ നൂൽമുട്ട നമുക്ക് കാണാൻ കഴിയും. 3 ദിവസം മുട്ട, 3 ദിവസം പൂർത്തിയാകുമ്പോൾ 4ാമത്തെ ദിവസത്തേക്ക് മുട്ട വിരിഞ്ഞ് ചെറിയ പുഴുവായി, പുഴുവായി, അത് കുറച്ച് വളർന്ന് വലിയ പുഴുവായി സമാധി ഇരുന്ന് 21 ദിവസം കൊണ്ടാണ് വർക്കർ ബീസ് പൂർണ്ണജീവിയായിട്ട് പുറത്ത് വരുന്നത്. വേലക്കാരി തേനീച്ചകൾ മുട്ടയിടുന്നതിനുള്ള അറകൾ ധാരാളം ഫുഡൊക്കെ കിട്ടുന്ന സമയത്ത്, പൂന്തേനും പൂമ്പടിയും ധാരാളം കിട്ടുന്ന സമയത്ത് അവർ ഈ കൂട്ടിൽ അറകൾ വലിപ്പ വ്യത്യാസത്തിൽ ഉണ്ടാക്കും. ആണീച്ചകൾക്കുള്ള മുട്ടകൾക്കുള്ള അറകൾ വലുതായിരിക്കും, പെണ്ണീച്ചകൾക്കുള്ള മുട്ടയിടുന്ന അറകൾ ചെറുതായിരിക്കും. ഇതൊക്കെ വർക്കർ ബീസിന്റെ സമാധിയാണ്. ഈ അടച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും വർക്കർ ബീസിന്റെ സമാധിയാണ്. ഇതാ പൂമ്പടി പോളൻ ബാസ്ക്കറ്റിൽ പൂമ്പടിയുമായിട്ട് വന്ന തേനീച്ചയാണിത്. നല്ല 2 സൈഡിലും ഉള്ള പോളൻ ബാസ്ക്കറ്റിൽ പൂമ്പടിയായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞ് പൂമ്പടി കിട്ടിത്തുടങ്ങിയ സമയമാണ്. ഇതുപോലെ ഇഷ്ടംപോലെ തേനീച്ചകൾ പൂമ്പടിയായിട്ട് വരും. ഇത് തെങ്ങിൻ്റെ പൂമ്പടിയാണ്, നല്ല വെള്ള പൂമ്പടി. ഇതാണ് ഈ കൂട്ടിലെ റാണി. റാണി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അകമ്പടിക്കാരുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ കൂട്ടിലെ ഈ മുകളിൽ ഒരു 1.5 ഇഞ്ച് തേനാണ് നിറച്ചിട്ട്, തേൻ മീൻസ് നമ്മൾ പഞ്ചസാര ലായനി കൊടുത്തത് അവരുടെ ആവശ്യത്തിന് വേണ്ടി നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ അതിൻ്റെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ പൂമ്പടിയാണ് ഈ കാണുന്ന, ഈ നല്ല ചുമന്ന കളറിൽ കാണുന്നതൊക്കെ നല്ല പൂമ്പടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴോട്ടേക്ക് ഉള്ളത് മുഴുവനും ഇവർക്ക്
കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുട്ടയിടുന്നതിനുള്ള അറകളാണ്. ഈ കാണുന്നത് ആണീച്ചയുടെ സമാധിയാണ്. ബാക്കിയുള്ളതെല്ലാം വർക്കർ ബീസിന്റെ വേലക്കാരി തേനീച്ചകളുടെ സമാധിയാണ്. ഇത് നമ്മളൊരു ക്യൂൻ ഗേജിൽ പിരിക്കാൻ വേണ്ടിയിട്ട് റാണി സെല്ല് ഉണ്ടായത് ക്യൂൻ ഗേജിൽ വിരിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഇതാ ഈ കാണുന്നത് സെല്ലാണ്, റാണി സെല്ലാണ്. റാണി വിരിഞ്ഞിറങ്ങാനുള്ള സെല്ലാണ് ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നാളെ മറ്റന്നാളായിട്ട് വിരിഞ്ഞ് റാണി പുറത്തിറങ്ങും. റാണി വിരിഞ്ഞ് കഴിയുമ്പോൾ ആ റാണിയെ നമ്മൾ മറ്റ് ഏതെങ്കിലും കൂടുകളിലേക്ക് പിരിച്ചതിന് ശേഷം, കൂട് പിരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കും. ഇതാണ് റാണി സെല്ല്, വിരിയാനായ റാണി സെല്ലാണ്. ഇതിൻ്റെ അടിഭാഗം നല്ല തവിട്ട് കളറായി. ഇതിൽ മുഴുവനും 8-10 റാണി സെല്ല് ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് മറ്റു പെട്ടികൾ ഡിവിഷൻ ചെയ്തതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് വിരിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സെല്ലാണിത്. ഇത് വിരിഞ്ഞതിന് ശേഷം ആ റാണി ഒരു 7 ദിവസത്തിനുള്ളിൽ പ്രായപൂർത്തിയായി. അടുത്ത 7 ദിവസത്തിനുള്ളിൽ, ചുരുക്കി പറഞ്ഞാൽ റാണി വിരിഞ്ഞ ഒരു 14 ദിവസത്തിനുള്ളിൽ അന്തരീക്ഷത്തിൽ പോയി ആണീച്ചകളുമായി ഇണചേർന്ന് തിരിച്ചു കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാണി പിന്നെ പുറത്തു പോകത്തില്ല. ആ റാണി ഈച്ച മേറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു കൂട്ടിൽ വന്നാൽ ഒരു 7 ദിവസത്തിനുള്ളിൽ മുട്ടയിടൽ ആരംഭിക്കും. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ മുട്ടയിടൽ തുടങ്ങും. ഇത് നല്ല മൂപ്പത്തിയ സെല്ലാണ്. അതാണ് ഇതിൻ്റെ അടിഭാഗം ഒരു തവിട്ട് കളർ വന്നിട്ടുണ്ട്. നാളെ മറ്റന്നാളായിട്ട് വിരിയുണ്ട്. സാധാരണ ഒരു റാണി ഈച്ച വിരിയാൻ, റാണി മുട്ടയിട്ടാൽ 15.5 ദിവസം കൊണ്ടാണ് സാധാരണ ഒരു റാണി ഈച്ചയായിട്ട് വിരിഞ്ഞു വരിക. മുട്ട വിരിഞ്ഞ് പുഴുവായി സമാധിയായി. റാണി ഈച്ചയുടെ ഭക്ഷണം എന്ന് പറയുന്നത് റോയൽ ജെല്ലി മാത്രമാണ്. 7 മുതൽ 14 ദിവസം വരെ പ്രായമുള്ള വർക്കർ ബീസ് ഉൽപ്പാദിപ്പിക്കുന്ന റോയൽ ജെല്ലിയാണ് റാണി ഈച്ച ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. വർക്കർ ബീസിന്റെ തലയുടെ പിൻഭാഗത്തുള്ള 2 ഗ്രന്ഥികളിൽ നിന്ന് ഊറി വരുന്ന ഒരു സ്രവമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ആ റോയൽ ജെല്ലി മാത്രമാണ് തേനീച്ച റാണിയുടെ ഭക്ഷണം. ഇതുപോലെ ചെറിയ മാൻഡിൽ പോലെ ഇങ്ങനെ അടകെട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറാണ് തേനീച്ച. തൂങ്ങിക്കിടന്ന് അതിൻ്റെ നമ്മൾ തൂക്കട്ടയിട്ട് ഭിത്തി കെട്ടുമ്പോൾ നോക്കുന്ന പോലെ കറക്റ്റ് നോക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ അടകെട്ടി, മാൻഡിൽ രൂപത്തിൽ അടകെട്ടി ഇതിങ്ങനെ വലുതാക്കി കൊണ്ടുവരും. ഇതൊരു വയനാടൻ കാടുകളിൽ കാണുന്ന ഒരു പ്രത്യേകം ഇനം തേനീച്ചയാണ്. ഇതിൻ്റെ റാണി നല്ല കറുത്ത റാണിയാണ്. ഹിൽബീസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ കരിഞ്ഞൊടിയൻ എന്ന് പറയാം. നമ്മൾ ഉള്ളുണങ്ങിയ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിൻ്റെ മൂടൊന്ന് മുറിച്ചതിന് ശേഷം ഒരു കറുത്ത തുണി കൊണ്ട് ചുറ്റി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് അതിനുശേഷം മൂടി തുറന്ന് ഇതുപോലെ എൻട്രൻസിലേക്ക് വെച്ച് ഇങ്ങനെ കൊട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തെ ഈച്ചകളൊക്കെ ഈ കുപ്പിക്കകത്തേക്ക് കയറും. അതിനുശേഷം നമുക്ക് കൂട് തുറന്ന് പരിശോധിക്കാം. ചെറുതേനീച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ചയ്ക്ക് നമ്മൾ ഫീഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വിവിധ തരങ്ങളിലുള്ള തുമ്പ, തുളസി മാതിരിയുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നാണ് ചെറുതേൻ ശേഖരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതേനിന് മെഡിസിനൽ വാല്യൂ കൂടുതലാണ്, വിലയും കൂടുതലാണ്. ഒരു 400-500 മില്ലി തേനൊക്കെ ഒരുവിധം നല്ല സ്ട്രെങ്ത് കോളനിയിൽ നിന്ന് നമുക്ക് ചെറുതേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമ്മൾ ചെറുതേനീച്ചക്കൂടൊന്ന് തുറക്കാം. ഉളി കൊണ്ട് ഇതേപോലെ നന്നായിട്ട് ഇത് പുറത്തുള്ള മരങ്ങളുടെ കറയും ഒക്കെ കൊണ്ട് നല്ല സ്ട്രെങ്താക്കി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് റാണി സെല്ലാണ് ഈ കാണുന്നത്. 1, 2, 3, 4. ഇത് മുട്ടയാണ് ഈ കാണുന്നത് മുഴുവനും. ഇത് തേനാണ് ഈ കാണുന്നത്. 1, 2, 3, 4 റാണി സെല്ല് കാണുന്നുണ്ട്. ഇത് മുഴുവനും തേനറകളാണ് ഈ കാണുന്നത്. ഇത് മുഴുവനും തേനറകളാണ്.
ഇങ്ങനെയാണ് നമ്മൾ ചെറുതേൻ എടുക്കുന്നത്. നല്ല ഉജാലയൊന്നും മുക്കാത്ത നല്ലൊരു കോട്ടൺ തോർത്ത് നല്ലൊരു സ്റ്റീൽ ചരുവത്തിൻ്റെ മുകളിൽ ഇതേപോലെ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തേൻ ഗോളങ്ങൾ നല്ല സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ട് ഇതേപോലെ അടത്തി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെയിലത്ത് വെക്കുക. വെയിലത്ത് വെച്ചാൽ വെയിൽ കൊണ്ട് ഇത് പൊട്ടി ഒലിച്ച് ആ തുണിയിലൂടെ അരിച്ച് താഴത്തെ പാത്രത്തിൽ വീഴും. അതാണ് ഒറിജിനലായിട്ട്. നമ്മൾ ഞെക്കി പിഴിഞ്ഞ് ചെറുതേൻ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് പലവിധ മാലിന്യങ്ങളും കലർന്ന് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറുതേൻ എടുക്കുന്നത്. ഇത് കേരളത്തിൽ അപൂർവമായിട്ടുള്ള വെള്ള ചെറുതേനീച്ച എന്ന് പറയുന്ന ചെറുതേനീച്ചയാണ്. ഇതിൻ്റെ വളരെ ചെറിയ ഈച്ചയായിരിക്കും. ഈച്ച കറുത്തതാണ്. നമ്മളെ ഒരു വിധത്തിലും ശല്യം ചെയ്യത്തില്ല. ഇതിപ്പോൾ അധികം സ്ട്രെങ്ത് ആയിട്ടില്ല. ഇത് തേനാണ്. ഇതാണ് വളരെ ചെറിയ ഈച്ച, വളരെ കുറഞ്ഞ ഈച്ചയേ ഉള്ളൂ. ഇതിൻ്റെ മുട്ടയും 2 തരത്തിലുള്ള മുട്ടയുണ്ട്. മുട്ടയൊക്കെ നല്ല വെള്ള കളറിലാണ്. ഇതിൻ്റെ തേനും നല്ല വെള്ള കളറിലാണ്. ഒരു 50 മില്ലി തേനൊക്കെ കിട്ടത്തുള്ളൂ ഒരു വർഷം ഈ കൂട്ടിൽ നിന്ന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് ഇത് കൂടുതലായി. ഇതാ പോകുന്നത് അതിൻ്റെ റാണി. ഈ വലുത് തേനാണ്, ചെറുത് മുട്ടകൾ. ഇത് വളരെ നൈസാണ്. നമ്മൾ തൊട്ടാൽ പൊട്ടിപ്പോകും. വളരെ കുറഞ്ഞ അളവിൽ, അതായത് ഒരു 50 മില്ലി 100 മില്ലിക്ക് താഴെ തേൻ മാത്രമേ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കോളനിയിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വെള്ളച്ചെറുതേനീച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എൻട്രൻസ് അവർ വൈകുന്നേരം ആകുമ്പോൾ അടച്ചു വെക്കും. അതിനുശേഷം രാവിലെ നല്ല വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ എൻട്രൻസ് പതുക്കെ തുറക്കും. തേനീച്ച കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പരാഗണമാണ്. ഇപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ തന്നെ ഇപ്പോൾ തെങ്ങിനൊക്കെ ധാരാളം മണ്ടരി ഉണ്ടായിരുന്നു. ഒരു 3 വർഷക്കാലം തേനീച്ച കോളനി നമ്മുടെ കൃഷിയിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൽ മണ്ടരി ഉണ്ടാവത്തില്ല, നല്ല കായ്ഫലം ഉണ്ടാകും. അതുപോലെ കാപ്പിയിലാണെന്നൊരിക്കൽ ഏറ്റവും കൂടുതൽ പരാഗണം നടക്കുന്നത് കാപ്പിയിലാണ്. വയനാട്ടിൽ പ്രത്യേകിച്ചും കാപ്പി കൃഷിയാണല്ലോ മുഖ്യം. അപ്പോൾ കാപ്പി കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും ഒരു 10 തേനീച്ചപ്പെട്ടിയെങ്കിലും ഇന്ത്യൻ ബീസ് അല്ലെങ്കിൽ ചെറുതേനീച്ചയും ആ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാപ്പിത്തോട്ടങ്ങളിൽ, നനയ്ക്കുന്ന തോട്ടമാണെന്നൊരിക്കൽ കൃത്യമായിട്ടും 83% വിളവ് വർധനവാണ് കാർഷിക സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിന് പ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേനീച്ച കൃഷി കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള, നമുക്ക് തേനീച്ച കൂട്ടിൽ നിന്ന് കിട്ടുന്ന തേനോ തേൻ മെഴുകോ അല്ലെങ്കിൽ പൂമ്പൊടിയോ മറ്റു ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിലും വിപുലമായ തോതിൽ നമുക്ക് പരാഗണത്തിലൂടെ, വിളവ് വർധനവിലൂടെ നമുക്ക് വലിയ ഒരു ആദായം ലഭിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു 10 തേനീച്ചക്കൂടെങ്കിലും ഒരു കൃഷിയിടത്തിൽ വെച്ച് അവനവൻ്റെ വീട്ടിൽ വെച്ച് വളർത്തിയാൽ വളരെ ആദായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പല വിധത്തിലുള്ള ആദായം. അതുപോലെ ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ ഏതൊരു കുഞ്ഞു മുതൽ പ്രായമായ ആളുകൾക്ക് വരെ, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറുതേനീച്ച. അതിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. തേൻ എടുക്കുമ്പോഴും കൂട് ഡിവിഷൻ ചെയ്യുമ്പോഴും നമ്മൾ ബി വെയിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേക്കിൻ്റെ നല്ല 14 ഇഞ്ചിലുള്ള ചെറുതേനീച്ചപ്പെട്ടി കിട്ടും. അതിനകത്ത് നമ്മൾ തേനീച്ചയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 1/2 കിലോ തേൻ കിട്ടിയാൽ 1500 രൂപ നമുക്കതിൽ കിട്ടും. അതോടൊപ്പം വെളുത്ത വിഷമായിട്ടുള്ള പഞ്ചസാരയ്ക്ക് പകരം ചെറു ചൂട് ചായയിലും അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ തേൻ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വേനലായി കഴിഞ്ഞാൽ നമ്മൾ പെപ്സി കോള മുതൽ കൊക്ക കോള മുതൽ മാരകമായിട്ടുള്ള വിഷം കലർത്തിയിട്ടുള്ള അല്ലെ രാസപദാർത്ഥങ്ങൾ കലർത്തിയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് ആണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ ഒരു 5 മില്ലി ചെറുനാരങ്ങ നീരും ഒരു 15 മില്ലി ഇഞ്ചി നീരും ഒരു 35 മില്ലി തേനും ഒരു 150 മില്ലി വെള്ളവും ചേർത്ത് നമുക്ക് ഏറ്റവും രുചികരമായിട്ടുള്ള ഹണി കോള നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത്
മാത്രമല്ല ഈ ഹണി കോളയോടൊപ്പം മറ്റു പല സംഗതി ഫ്ലേവറുകൾ, നമുക്ക് നാച്ചുറൽ ഫ്ലേവറുകൾ ചേർത്ത് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ആദായകരമായിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. തേൻ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. ഇന്ന് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും തന്നെ ഏതാണ്ട് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പം ഈ ഷുഗർ പേഷ്യൻ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഒരു സംരക്ഷണം ലഭിക്കും.